പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ എൻ്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS +2 എക്കണോമിക്സിന്റെ ചാപ്റ്റർ 9 മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തു. അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. NIOSുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷനും നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അളവുകളുടെ ഭാഗമാണ്. അളവുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണ് നമ്മൾ വിവിധ അളവ് കോഡുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. 4 അളവ് കോഡുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് റേഞ്ച്, രണ്ടാമത്തെ ക്വാർട്ടർ ഡീവിയേഷൻ, മൂന്നാമത്തെ മീൻ ഡീവിയേഷൻ, നാലാമത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിൽ ഓൾറെഡി ഞാൻ റേഞ്ചിനെ കുറിച്ചിട്ടും ക്വാർട്ടർ ഡീവിയേഷനെ കുറിച്ചിട്ടും ഒരു വീഡിയോസിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോസിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ 2 അളവ് കോലുകളും ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ കണ്ടുപിടിക്കാം, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ എഴുതിയിട്ടാണ് ഞാനത് നിങ്ങൾക്ക് സോൾവ് ചെയ്തു തരുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇതിലെ മീൻ ഡീവിയേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മീൻ ഡീവിയേഷൻ നമ്മൾ സാധാരണ ഇവിടെ ഡീവിയേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ തന്നിരിക്കുന്ന സീരീസിനെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതിയിട്ട് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് 3 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഏത് മെത്തേഡാണ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുള്ളത് ആ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. മീനാകാം, മീഡിയൻ ആകാം, മോഡാകാം. അപ്പോൾ ഫസ്റ്റ് മീൻ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഓരോ ഐറ്റംസും മീനിൽ നിന്ന് മൈനസ് ചെയ്യാം. അതാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അല്ല മീഡിയൻ വെച്ചിട്ടാണോ കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഫസ്റ്റ് മീഡിയൻ കണ്ടുപിടിക്കുക, ഓരോ വാല്യൂസും മീഡിയത്തിൽ നിന്ന് മൈനസ് ചെയ്യുക. അതാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡീവിയേഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 വാല്യൂസ് ആണ്. അത് ഒന്ന് എക്സും മീനും ആകാം, അല്ലെങ്കിൽ എക്സും മീഡിയനും ആകാം, എക്സും മോഡും ആകാം. ഇങ്ങനെയാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. 2 വാല്യൂസ് തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടുപിടിക്കാം. മീൻ ഡീവിയേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ. മീൻ ഡീവിയേഷൻ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടുപിടിക്കുക. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻസ് ചെയ്താണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തരും 5, 4, 3, 2, 6. മാർക്ക് പരീക്ഷ നടത്തിക്കുന്നത് 10ലാണ് പരീക്ഷ നടത്തിക്കുന്നത്. 10ൽ പരീക്ഷ നടത്തിയപ്പോൾ 5 കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ്. ആദ്യത്തെ കുട്ടിക്ക് 5 മാർക്ക് കിട്ടി, രണ്ടാമത്തെ കുട്ടിക്ക് 10ൽ 4 കിട്ടി, മൂന്നാമത്തെ കുട്ടിക്ക് 10ൽ 3 കിട്ടി, നാലാമത്തെ കുട്ടിക്ക് 10ൽ 2, അഞ്ചാമത്തെ കുട്ടിക്ക് 10ൽ 6. ഇതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ, ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. മാർക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രം ഉണ്ടായതുകൊണ്ട് അത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഈ മാർക്കിന് കൊടുക്കുന്ന ചരം എന്ന് പറയുന്നത് എക്സ് ആണ്. എപ്പോഴും ഫസ്റ്റ് ചരം ഏതാണ്? എക്സ് ആണ്. ഇനി എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ? ആ മീൻ ഡീവിയേഷൻ നമ്മൾ ഇവിടെ 3 മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. ഒന്ന് മീന്, മീഡിയൻ, മോഡ്. അത് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് വെച്ച് ചെയ്യാം. അത് നമ്മളവിടെ ഇന്ന മെത്തേഡ് വെച്ചിട്ട് ചെയ്യണമെന്ന് പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. പക്ഷെ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ മീൻ ഡീവിയേഷൻ മീൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മീഡിയം വെച്ചിട്ടോ അല്ലെങ്കിൽ മോഡ് വെച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് വെച്ച് മാത്രം ചെയ്യും. നമ്മളിവിടെ 3 മെത്തേഡ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് മീൻ വെച്ചിട്ട് ചെയ്യാം. MD മീൻ വെച്ചിട്ട് എങ്ങനെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണം? മീൻ വെച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം മീൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക? മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ n ആണ്. സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂട്ടുക. 5 4 9, 9 3 12, 12 2 14, 6 20. 20 ബൈ എത്ര ആയിട്ടുണ്ട്? 1 2 3 4 5. 20 ബൈ 5 4. മീൻ എത്ര കിട്ടി? 4 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താണ്? മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുക. സിഗ്മ ഡീവിയേഷൻ ഡിവൈഡ് ബൈ n.
അപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാണ്, 3 കോളം വരയ്ക്കാം. 3 കോളം വരയ്ക്കുന്നു. ഫസ്റ്റ് കോളത്തിൽ എക്സ് മാർക്ക്, രണ്ടാമത്തെ കോളത്തില് ഡീവിയേഷൻ മതി. 2 കോളം മതി. രണ്ടാമത്തെ കോളത്തിൽ ഡീവിയേഷൻ മതി. 3 വേണമെന്നില്ല. ഫസ്റ്റ് കോളത്തിൽ മാർക്ക് ചെയ്ത് 5, 4, 3, 2, 6. ഇനി ഡീവിയേഷൻ എന്ന് പറയുന്നത് ഓരോ ഐറ്റംസും മീനിനും മൈനസ്. നമ്മുടെ ബ്രാക്കറ്റ് ചെയ്തിട്ട് എക്സ് മൈനസ് മീനാണ്, അതാണ് ഡീവിയേഷൻ. ഫസ്റ്റ് എക്സ് എത്ര? 5. 5 കുറക്കണം 4. 5 മൈനസ് 4 = 1. അങ്ങനെ ഓരോന്നും ചെയ്യാം. 4 മൈനസ് 4 0. 3 മൈനസ് 4. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെയിൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ മൈനസ് വന്നാലും നമ്മൾ ചിഹ്നങ്ങൾ എഴുതണം, പ്ലസ് ഇടണം. അപ്പൊ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, മെയിൻ ഡീവിയേഷൻ ചെയ്യുമ്പോൾ ചിഹ്നങ്ങൾ മൈനസ് വന്നാലും സൈന് മൈനസ് വന്നാലും നമ്മൾ പ്ലസ് ഇടണം. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. 3 ൽ 4 കുറച്ചാൽ എത്ര? എക്സ് മൈനസ് മീനാണ്. എക്സ് അടുത്ത 3, 3 കുറക്കണം മീൻ എത്ര? 4. മൈനസ് 1 വരിക, എന്നാലും നമ്മൾ 1 ഇടണം. 2 കുറക്കണം 4, മൈനസ് 2 വരിക. മെയിൻ ഡീവിയേഷൻ പ്രകാരം മൈനസ് ഇടാൻ പറ്റില്ല. 2 6 മൈനസ് 4 2. ഇനി ഇത് ടോട്ടൽ ചെയ്യാം, അതാണ് സിഗ്മ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ മനസ്സിലായില്ല. മീൻ കണ്ടുപിടിക്കുക, ഓരോ ഐറ്റംസും മീനിന്ന് കുറക്കുക. അപ്പൊ ഡീവിയേഷൻ കിട്ടും. 1 1 2 2 2 4 2 6. ഡീവിയേഷൻ സിഗ്മ ഡീവിയേഷൻ 6. ഇനി നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. md പരീക്ഷയ്ക്ക് ഇക്വേഷൻ സിഗ്മ ഡീവിയേഷൻ. സിഗ്മ ഡീവിയേഷൻ ആണ് 6 ഡിവൈഡ് ബൈ n. എത്ര ഉണ്ട്? 1 2 3 4 5. 6 ഡിവൈഡ് ബൈ 5 വരും. 6 5 കൊണ്ട് ഹരിച്ച് എത്ര ചെയ്യാം? 6 അടിക്കണം 5. 1 ഇതിൽ പോലെ 1.2. 1.2 മീൻ ഡീവിയേഷൻ 1.2. ഇനി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കുന്നത് കോഎഫിഷ്യന്റ്. കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക md ഡിവൈഡ് ബൈ മീൻ. നമ്മൾ മീൻ വെച്ചിട്ടില്ല. അപ്പൊ md എത്ര കിട്ടിക്കണം? 1.2 ഡിവൈഡ് ബൈ മീൻ എത്രയാണ്? മീൻ കിട്ടിയിരിക്കുന്നത് 4 ആണ്. 1.2നെ 4 കൊണ്ട് ഹരിക്കാം. ഇവിടെ നമ്മൾ പോയിന്റ് വന്നാലും 1.2 ഹരിക്കണം 4. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് പോയിന്റ് ഒഴിവാക്കുകയാണെങ്കിൽ എത്ര വരും? ഇവിടെ 0 ഇട്ട് കൊടുത്താൽ മതി. 12 എത്ര? 3 4 12. പോയിന്റ് 3 വരും. കോഎഫിഷ്യന്റ് എപ്പോഴും 1 അതിന് താഴെ ആയിരിക്കും. ഓക്കെ, കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ കിട്ടിയ മെയിൻ ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ. കിട്ടിയ മെയിൻ ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഏതാണോ നമ്മൾ ചെയ്തത്. ഇതാണ് മീൻ വെച്ചിട്ട്. ഇനി ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ മീഡിയം വെച്ചിട്ട് എങ്ങനെ ചെയ്യാനാണ്? മീൻ ഡീവിയേഷൻ മീഡിയൻ വിത്ത് മീൻ ഡീവിയേഷൻ മീഡിയൻ വെച്ച് ചെയ്യാനാണ്. അപ്പോൾ മീഡിയൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആദ്യം ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ? ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കാണുമ്പോൾ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതണം. തന്നിരിക്കുന്ന വാല്യൂസിൽ അസെൻഡിങ് ഓർഡറിൽ. ഇത് ആരോഹണ ക്രമമാണോ? അല്ല. അപ്പൊ ചെറുതുനിന്ന് വലുതിലേക്ക് 2 3 4 5 6 അങ്ങനെ തന്നെ 2 3 4 5 6. ഇനി ഇക്വേഷൻ കണ്ടുപിടിക്കുക. മീഡിയൻ ഈക്വൽ ടു സൈസ് ഓഫ് n പ്ലസ് 1/2 തൈറ്റ്. ഇതൊക്കെ എഴുതി വെക്കണ്ടോ? അപ്പൊ n എത്ര? 1 2 3 4 5. 5 പ്ലസ് 1/2 6/2 തേർഡ് ഐറ്റം. തേർഡ് ഐറ്റം എന്ന് പറയുമ്പോൾ ഏത് വരും? മീഡിയൻ 4. മീഡിയൻ എന്ന് പറയുമ്പോൾ 4. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡീവിയേഷൻ കണ്ടുപിടിക്കാം. കേട്ടോ, ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് എടുക്കണം. ഇവിടെ തന്നെ എഴുതണം. ഈ കോളത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. ഡീവിയേഷൻ എങ്ങനെ ചെയ്യാം? അപ്പൊ 3 കോളം ഞാൻ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളം എക്സ്, സെക്കൻഡ് കോളം ഡീവിയേഷൻ. എക്സ് എന്ന് പറയുമ്പോൾ ആരോഹണ ക്രമത്തിൽ തന്നെ എഴുതണം. 2 3 4 5 6. ഈ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എക്സ് കുറക്കണം മീഡിയൻ. നമ്മളിവിടെ മീഡിയം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എക്സിൽ നിന്ന് മീഡിയം കുറക്കണം. ഫസ്റ്റ് എക്സ് എത്ര? 2 കുറക്കണം 4. അപ്പൊ -2 വരും. മീൻ ഡീവിയേഷൻ പ്രകാരം മൈനസ് ഉള്ള സൈനുകളൊക്കെ എന്താക്കിരണം? പ്ലസ് ആക്കിരണം. -2 വന്നാൽ +2 ഇടണം. അടുത്ത 3 - 4 -1 അഥവാ 1. 4 - 4 0. 5 - 4 1. 6 - 4 2. ടോട്ടൽ ചെയ്യാം.
2 1 3 3 1 4 2 6 ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് വിളിക്കുന്നത്? എം ഡി ഈക്വൽ ടു എങ്ങനെ സിഗ്മ ഡീവിയേഷൻ. സിഗ്മ ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്ര? 6 ഡിവൈഡ് ബൈ മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് 4. 6നെ 4 കൊണ്ട് ഹരിക്കാം. എത്ര വരും നോക്കാം? 6 ഹരിക്കണം 4 1.5 വരും. 1.5. ഇതാണ് മെയിൻ ഡീവിയേഷൻ. ഈ കോഎഫിഷ്യന്റ് എങ്ങനെയാണ് വിളിക്കാം? എം ഡി ഡിവൈഡ് ബൈ മീഡിയൻ. അപ്പൊ എം ഡി എത്രയാണ് നമുക്ക് ഇതിൽ? എം ഡി എന്ന് പറയുന്നത് 1.5 ഡിവൈഡ് ബൈ മീഡിയൻ എത്ര? 4. അതും ചെയ്യാം. 1.5 ഹരിക്കണം എത്ര വരും? 1.5 ഹരിക്കണം 4. ഈ പോയിന്റ് ഒഴിവാക്കി ഇത് 15 ആക്കാം. 15 ആക്കണമെങ്കിൽ ഇവിടെ പോയിന്റ് ഇടുക, ഒരു 0 ചേർക്കണം കേട്ടോ. 15 എത്ര വരും? 3 4 12. 3 4 12. പോയിന്റ് 03 വരും കേട്ടോ. പോയിന്റ് 03. ഈ രീതിയിൽ നമ്മൾ ചെയ്യാം. ഓക്കെ. ഇനി ഇതന്നെ നമുക്ക് കണ്ടിന്യൂസ് സീരീസ് അല്ല മോഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാവുന്നതാണ്. മീൻ ഡീവിയേഷൻ നമുക്ക് മോഡ് വെച്ചിട്ട് ചെയ്യാം. നമ്മൾ മീൻ വെച്ച് ചെയ്തു, മീഡിയം വെച്ച് ചെയ്തു. മീൻ ഡീവിയേഷൻ എങ്ങനെയാണ് മോഡ് വെച്ചിട്ട് ഇൻഡിവിജ്വൽ സീരീസിൽ ചെയ്യാവുന്നതാണ്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് ഈക്വൽ ടു മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ടാണ്, ഏറ്റവും ആവർത്തിക്കുന്ന സംഖ്യ. അപ്പൊ നമ്മളിതിൽ ആവർത്തിക്കുന്ന സംഖ്യ 2 ഒരു പ്രാവശ്യം കൊടുക്കാം. 2 7 ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാം. കുറച്ചുകൂടി ഐറ്റംസ് ഞാൻ കൊടുത്തു. 7 കുട്ടികളുടെ മാർക്കാണ്. 1 2 3 4 5 6 7 കുട്ടികളുടെ മാർക്ക് തന്നു. മീൻ ഡീവിയേഷൻ മോഡ് വെച്ച് കണ്ടെടുക്കാം. ആ മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടാണ്. മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ടാണ്, ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഐറ്റം ഏതാണുള്ളത് ഇത് നോക്കണം. 5 പ്രാവശ്യങ്ങളും 4 പ്രാവശ്യങ്ങളും 3 പ്രാവശ്യങ്ങളും 2 പ്രാവശ്യം. അപ്പൊ 2 ആണ് ഏറ്റവും കൂടുതൽ. മോഡ് ഈക്വൽ ടു 2. ഇനി നമുക്ക് എന്ത് പഠിക്കണം? മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. സിഗ്മ ഡീവിയേഷൻ ഡിവൈഡ് ബൈ n. ഓരോന്നും മോഡിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ സിഗ്മ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ എക്സ് എത്ര? 5 അല്ലേ? അപ്പോൾ എക്സ് മൈനസ് മോഡാണ്. ഇങ്ങനെ തന്നെ ചെയ്യാം. ഫസ്റ്റ് എക്സ് 5 5 കുറക്കണം മോഡ് 2 3. അത് 4 കുറക്കണം 2 2. 3 കുറക്കണം 2 3. 2 കുറക്കണം 2 അല്ല 3 കുറക്കണം 2 1 2 കുറക്കണം 2 0. 6 കുറക്കണം 2 4. 2 കുറക്കണം 2 0. 7 കുറക്കണം 2 5. ഇനി ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. അതാണ് സിഗ്മ ഡീവിയേഷൻ പറയുന്നത്. 3 2 5 1 6 4 10 5 15. ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. മീൻ ഡീവിയേഷൻ സിഗ്മ ഡീവിയേഷൻ ഡിവൈഡ് ബൈ n. സിഗ്മ ഡീവിയേഷൻ എന്നാൽ 15 ഡിവൈഡ് ബൈ n. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 7 വരും. 15നെ 7 കൊണ്ട് ഹരിക്കാം. അപ്പൊ 2.1 വരും. ഈ കോഎഫിഷ്യന്റ് എങ്ങനെ? എം ഡി ഡിവൈഡ് ബൈ മോഡാണ്. അപ്പൊ 2.1 ഡിവൈഡ് ബൈ മോഡ് എത്ര? 2. അത് എത്ര വരും? 2.1നെ 2 കൊണ്ട് ഹരിച്ച് എത്ര വരും? 2 2 0 പോയിന്റ് ഇടുക. പോയിന്റ് 05 വരും കേട്ടോ. 1.05 കോഎഫിഷ്യന്റ് കേട്ടോ. കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ വരിക? എം ഡി ഡിവൈഡ് ബൈ ഇതാണ് വരിക. 3 2 5 5 6 4 10 15. 15 ഡിവൈഡ് ബൈ 7. 15 എത്ര 7 ഉണ്ട്? 2.1 വരും. കോഎഫിഷ്യന്റ് കാണുന്നത് എം ഡി ഡിവൈഡ് ബൈ എം ഡി എന്ന് പറയുന്നത് നമുക്ക് 2.1 ഡിവൈഡ് ബൈ മോഡ് അങ്ങനെ വരും. 1.05 ഏകദേശം 1 തന്നെ ആക്കി റൗണ്ട് ചെയ്യാം കേട്ടോ. 1ന് കൂടാൻ പാടില്ല എന്നതാണ് കോഎഫിഷ്യന്റ്. ഇത്രയാണ് നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള സീരീസിൽ കൂടി ചെയ്യാം. ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ ചെയ്യാം, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഡിസ്ക്രീറ്റ് സീരീസിലെ ഇക്വേഷൻ സിഗ്മ എഫ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മീൻ വെച്ചിട്ടും മീഡിയൻ വെച്ചിട്ടും മോഡ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്.
നമ്മൾ മീൻ വെച്ചിട്ട് മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. എല്ലാ മെത്തേഡും നമ്മളിവിടെ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ സമയം ഒരുപാടാവും. ഓക്കെ, ആ മീഡിയം കണ്ടുപിടിക്കുക എന്നുള്ളത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പൊ ഇത് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഇപ്പോൾ തൽക്കാലം മീൻ ഡീവിയേഷൻ മീൻ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതേണ്ട എക്സും എഫും. ഇതാണ് ഡിസ്ക്രീറ്റ് സീരീസിന്റെ ക്വസ്റ്റ്യൻ. ഇത് കണ്ടിന്യൂ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. നമുക്ക് ചോദ്യം മീൻ ഡീവിയേഷൻ മീൻ വെച്ച് ചെയ്യാൻ. അത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. മീഡിയം വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മുമ്പ് മീഡിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് വെച്ച് ചെയ്യാം. നമ്മൾ മീൻ ഡീവിയേഷൻ എങ്ങനെ മീൻ വെച്ചിട്ട് ചെയ്യാം എന്നതാണ്. മീൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ മീനിന്റെ ഇക്വേഷൻ എന്താ? മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ്. അപ്പൊ നമ്മളിവിടെ എഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് എക്സ് എന്നുള്ള എഫിന്റെ എക്സ് ആണ്. 2 × 10 20, 3 × 12 36, 4 × 15 60, 5 × 18 90. ടോട്ടൽ ചെയ്യാം. 90 60 150, 150 20 170, 170 36 300 206. എഫിന്റെ ടോട്ടൽ എടുക്കാം. 104 9 12 2 14. മീൻ കണ്ടുപിടിക്കുക. 206 ആയിരിക്കണം 14. ഇവിടെ ചെയ്യാം. 206 ആയിരിക്കണം 14. 14 14 6 മൂല 66 എത്ര പോകും നോക്കാം. 66 എത്ര 14 പോകും? 4 പ്രാവശ്യം നോക്കിക്കാൻ മതി. 14 14 56. ബാക്കി 10 ഉണ്ട്. അതിന് 3 പോയിന്റ് ഇല്ല, 0 ചേർക്കുക. ഓക്കെ, ഇതിന് 8 പ്രാവശ്യം നോക്കിയാൽ മതി. 8 × 4 8 32 3 8 8 8 3 11. അത് പറ്റില്ല. അപ്പൊ 7 നോക്കാം. 7 പ്രാവശ്യം നോക്കിയാൽ 4 7 28 2 1 7 2 9 98 2 പ്രാവശ്യം. 14.7 വരും മീൻ കേട്ടോ. 14.7 റൗണ്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 15 വരും കേട്ടോ. റൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ 15 ആക്കി എടുക്കും. ഇനി ഓരോന്നും 15 മൈനസ് കേട്ടോ. അതാണ് ഡീവിയേഷൻ എന്നത് കേട്ടോ. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നും 15. എക്സ് മൈനസ് എത്ര മീനാണ്. എക്സ് എത്രയാണ്? 10 മൈനസ് 15 10 മൈനസ് 15 5 മൈനസ് 1 പ്ലസ് ആക്കിയിടാം. 12 മൈനസ് 15 മൈനസ് 3 3 15 മൈനസ് 15 0 15 മൈനസ് 15 3. ഓക്കെ, ഇനി നമുക്ക് എഫ് ഡീവിയേഷൻ അടുത്ത കോളത്തിൽ എഫ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ വ്യത്യാസമുണ്ട്. ഡീവിയേഷൻ അല്ല, എഫ് ഡീവിയേഷൻ. അപ്പൊ എഫ് ഇൻറ്റു ഡീവിയേഷൻ. എഫ് ഇൻറ്റു ഡീവിയേഷൻ ആണ് എഫ് ഡീവിയേഷൻ. ഫസ്റ്റ് എഫ് എത്ര? 2 × 5 10. 2 × എഫ് ഇൻറ്റു ഡീവിയേഷൻ. ഫസ്റ്റ് എഫ് 2, ഫസ്റ്റ് ഡീവിയേഷൻ 5. 2 × 5 10, 3 × 3 9, 4 × 0 0, 5 × 3 15. ടോട്ടൽ ചെയ്യാൻ സിഗ്മ എഫ് ഡീവിയേഷൻ എത്രയാണ് കിട്ടും? 19 15 15 24 10 34. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എഫ് ഡി ഈക്വൽ ടു സിഗ്മ എഫ് ഡീവിയേഷൻ. സിഗ്മ എഫ് ഡീവിയേഷൻ ആണ് 34 ഡിവൈഡ് ബൈ സിഗ്മ എഫ്. എഫിന്റെ ടോട്ടൽ 14. 34 ആയിരിക്കണം 14. ഈ 14 28 6 മൂല 60. 60 എത്രയാണ്? 4 പ്രാവശ്യം 56. 4 പ്രാവശ്യം 3 40. എത്ര പ്രാവശ്യം? 24.8. 3 4 12 28 3 12 ശിഷ്ടം 1 1 3 3 42. 24.3 വരും കേട്ടോ. 34.4 24 സോറി 30 14 28 ബാക്കി 6 നമ്മൾ 0 ചേർത്തപ്പോൾ 2.4 2.43 2.43 വരും. ഇനി കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എം ഡി ഡിവൈഡ് ബൈ മീൻ. അപ്പൊ എം ഡി എന്ന് പറയുന്നത് 2.43 ഡിവൈഡ് ബൈ മീൻ എത്രയാണ്?
മീൻ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടല്ലേ 206/14 കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ആൻസർ ആയിരിക്കും, ഒന്നിനും താഴെ വരുന്ന ഒരു ആൻസർ ആയിരിക്കും, അതാണ് കോഎഫിഷ്യന്റ്. ഇനി ഇത് മീഡിയം വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഹണ ക്രമത്തിലാണ്. മീഡിയം വെച്ച് ചെയ്യുകയാണെങ്കിൽ മീൻ ഡിവിഷൻ കാണുമ്പോൾ CF കാണും. CF കാണാം. CF കണ്ടുപിടിച്ചിട്ട് നമ്മൾ n+1/2 ഐറ്റം എന്ന് ചെയ്യാം. അപ്പൊ അത് CF-ൽ ഏതാ വരുന്നത് നോക്കാം. അതിന് നേരെയുള്ള ഐറ്റംസ് ആണ് മീഡിയം ആയിട്ട് വരുന്നത്. ഓക്കെ, മോഡും തന്നെ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഏതാ നോക്കാം. ഓക്കെ, അതാണ് മോഡായിട്ട് വരുന്നത്. അത് നമ്മളിവിടെ ചെയ്യുന്നില്ല, മീൻ വെച്ചിട്ട് ആണ് ഇമ്പോർട്ടന്റ്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ കണ്ടിന്യൂസ് സീരീസിന്റെ ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എന്നതാണ്. കണ്ടിന്യൂസ് സീരീസിന്റെ ഇക്വേഷനും ഡിസ്ക്രീറ്റിന്റെ പോലെ തന്നെയാണ്. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്താണ്. x f 0 to 10 10 to 20 20 to 30 ചെറിയ ക്വസ്റ്റ്യൻ ചെയ്തത് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. 2 3 5. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ ഞാൻ മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മീൻ ചെയ്യുന്നത് മീൻ ഈക്വൽ ടു സിഗ്മ fm ഡിവൈഡ് ബൈ സിഗ്മ f ആണ്. ഇങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. m കണ്ടുപിടിക്കണം. 0 ന്റെ 10 ന്റെ സെന്റർ 5, 10 ന്റെ 20 ന്റെ സെന്റർ 15, 20 ന്റെ 30 ന്റെ സെന്റർ 25. ഈ fm കണ്ടുപിടിക്കണം. f * m 2 × 5 10, 3 × 5 45, 5 × 25 125. ടോട്ടൽ സിഗ്മ fm 125 130 130 40 170 180. മീൻ കണ്ടുപിടിക്കാം. 180 ഡിവൈഡ് ബൈ സിഗ്മ f 5 3 8 2 10. 180 ഡിവൈഡ് ബൈ 10 18 ആണ് മീൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. പിന്നെ f ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് ഓരോ x ഉം ഏത് മൈനസ് ചെയ്യണം. മീൻ ഫസ്റ്റ് x എത്രയാണ്? x അല്ല m ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ x കൊടുത്തത് m നിന്ന് മീൻ കൊടുക്കണം. m എത്ര? 5 കുറക്കണം ഫസ്റ്റ് മീൻ എത്ര? 18. 5 കുറക്കണം 18 എത്ര വരും? -13. മാവ് 13. അടുത്തത് 15 കുറക്കണം 18 3. അത് 25 കുറക്കണം 18 7. f ഡീവിയേഷൻ കിട്ടി. അടുത്ത ഡീവിയേഷൻ കിട്ടി. അടുത്ത കോളം f ഡീവിയേഷൻ കിട്ടിയത് f ഡീവിയേഷൻ. f ന്റെ ഡീവിയേഷൻ ഫസ്റ്റ് f എത്ര? 2 × 13 26, 3 × 3 9, 5 × 7 35. ഇപ്പൊ സിഗ്മ f ഡീവിയേഷൻ കിട്ടി. എത്ര വരും? 26 35 35 35 70. ഇനി നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മീൻ ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ f ഡീവിയേഷൻ ഡിവൈഡ് ബൈ f ആണ്. അപ്പോൾ സിഗ്മ f ഡീവിയേഷൻ എന്ന് പറയുന്നത് 70 ഡിവൈഡ് ബൈ f 10. 7 ആണ് ഏത് വരുന്നത്? md വരുന്നത്. ഇനി കോഎഫിഷ്യന്റ് എത്ര? കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് md ഡിവൈഡ് ബൈ മീൻ ആണ്. 7 ഡിവൈഡ് ബൈ മീൻ എത്ര? മീൻ എത്രയാണ് നമ്മൾ ഇവിടെ എടുത്തത്? 0 നെ 10 കൊണ്ട് വെച്ചപ്പോൾ 18 ആണ്. 18 വരും. അത് പോയിന്റ് ആയിട്ടുള്ള ആൻസർ വരും. അതാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഡീവിയേഷൻ ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്. ഇതിൽ മീനും മീഡിയം മോഡും ഉണ്ട്. ഇൻഡിവിജ്വലിൽ നമ്മൾ 3 മെത്തേഡ് ചെയ്തു. മീനും മീഡിയം മോഡ്. ഡിസ്ക്രീറ്റ് മീൻ ചെയ്തു. മീഡിയം ചെയ്യുമ്പോൾ ആരോഹണ ക്രമത്തിലാക്കുക. CF കാണാം. n+1/2 ഇക്വേഷൻ കൊടുത്തിട്ട് CF-ന് നേരെ ഐറ്റംസ് ആണ് മീഡിയം. പിന്നെ നമ്മൾ ഡീവിയേഷൻ കാണും. കണ്ടിന്യൂസ് സീരീസിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇന്റർപോലേഷൻ ഫോർമുല ഉപയോഗിക്കണം. L1 + n/2 - CF ഡിവൈഡ് ബൈ f × c എന്ന ഫോർമുല ഉപയോഗിച്ച് മീഡിയം കണ്ടുപിടിക്കാം. മോഡ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഐറ്റംസ് വെച്ച് ചെയ്യും. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കേട്ടോ.
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് ഡിസ്ക്രീറ്റ് കണ്ടത്. ചെറിയ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എളുപ്പം പൂർത്തീകരിക്കുകയാണ്. ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനാണ്. അപ്പൊ ഇവിടെ മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിന്റെ ഡയറക്ഷൻ എന്താണ്? എക്സ് 2 3 4. ഇതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആണ് വിചാരിക്കും. ഒരു ഡാറ്റ മാത്രമേ തന്നിട്ടുള്ള ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമ്പോൾ ഇതാണ് ഇക്വേഷൻ. എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാണ്. മീൻ കണ്ടുപിടിക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസിൽ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. സിഗ്മ എക്സ് നമുക്ക് 4 3 7 2 9 9 ബൈ എത്ര ആയിട്ടുണ്ട്? 3 അത് കിട്ടി. അപ്പൊ നമ്മൾ ഇനി ഓരോ ഐറ്റം തന്നെ ചെയ്യണം കേട്ടോ. എക്സ് മൈനസ് എക്സ് ബാർ അതിന്റെ സ്ക്വയർ. ഫസ്റ്റ് എക്സ് എത്ര? 2 മൈനസ് എക്സ് ബാർ അതിന്റെ സ്ക്വയർ. 2 3 പോയാൽ -1. -1ന്റെ സ്ക്വയർ പറഞ്ഞാൽ 1 ആണ്. -1 × -1 1 ആണ്. ഇനി അടുത്തത് തന്നെ എക്സ് മൈനസ് എക്സ് ബാർ. ഫസ്റ്റ് എക്സ് എക്സ് ബാർ എന്താ? 3 - 3 സ്ക്വയർ. 0ന്റെ സ്ക്വയർ എത്ര? 0 ആണ്. അടുത്ത 4 - 3 ഹോൾ സ്ക്വയർ. 4 3 1 ആണ്. 1ന്റെ സ്ക്വയർ 1 × 1 1 ആണ്. അപ്പൊ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ കിട്ടി. ഇനി അതിനെ ഡോട്ട് ചെയ്യാം. അതാണ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. 1 1 2. ഈ ഇക്വേഷനിൽ കൊടുക്കുക റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എത്ര? 2 ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് എത്ര? 1 2 3. ഇതാണ് 2/3 എത്രയോ. അപ്പൊ അതിന്റെ റൂട്ട് കിട്ടും. റൂട്ട് 2/3 കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. അതാണ് നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന പേരിൽ. ഇനി ഇതേപോലെ തന്നെ ഡിസ്ക്രീറ്റിൽ എങ്ങനെ ചെയ്യാനുള്ളതാണ്. ഡിസ്ക്രീറ്റിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരുമ്പോൾ നമുക്ക് 2 ഡാറ്റകൾ എഫും ആണ് എക്സും ആണ്. അത് ഞാൻ ഇവിടെ തരികയാണ്. ഫസ്റ്റ് നമ്മൾ എഫ് തരികയാണ്. ഇനി നമുക്ക് എന്ത് വേണം? എക്സ് തന്നു, എഫ് തന്നു. ഇനി എക്സ് സ്ക്വയർ വേണം. എക്സ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 2ന്റെ സ്ക്വയർ എത്ര? 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അടുത്തെന്താ? എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ അതാണ് ഞാൻ 5 × 4 20. അങ്ങനെ ബാക്കിയുള്ള ചെയ്യണം. 10 × 9 90. 15 × 16 15 × 16 160. I 16 80 240 240 90 330 330 20 380. ഇക്വേഷൻ കൊടുക്കുകയാണ്. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. ഇതാണ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പറയുന്നത്. 350 ഡിവൈഡ് ബൈ സിഗ്മ എഫ് എത്ര? ടോട്ടൽ ഇതാണ് സിഗ്മ എഫ്. 10 5 25 30. 350 30 ഡിവൈഡ് ഒരു 30 5 5 50 ഒരു 20 പോകില്ല. 200 എത്ര 30 I 30 150 6 30 11.6 റൂട്ട് 11.6 കാൽക്കുലേറ്ററിൽ അടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. ഇതാണ് ഡിസ്ക്രീറ്റ് സീരീസിന് വളരെ എളുപ്പമാണ്. ഇതിന് പല മെത്തേഡ് ഉണ്ട്. ആക്ച്വൽ മെത്തേഡ് ഉണ്ട്, അസ്യൂംഡ് മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഞാൻ ഈ ബോർഡിൽ എഴുതിയ മെത്തേഡ് ഉപയോഗിച്ചു പോയി. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഇക്വേഷൻ എഴുതിയത്. ഇൻഡിവിജ്വൽ സീരീസിലെ സ്റ്റാൻഡേർഡ് വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് വളരെ എളുപ്പമായിട്ടാണ് മീനും കൂടി കണ്ടുപിടിക്കാതെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ സീരീസിന്റെ സ്റ്റൈൽ മാറും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് കണ്ടുപിടിക്കുക. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തരികയാണ്.
ടെക്സ്റ്റ് ബുക്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടിന്യൂസ് സീരീസ് ഇങ്ങനെ തരും. 0 to 10, 10 to 20, 20 to 30 ഈ രീതിയിലായിരിക്കും കണ്ടിന്യൂസ് സീരീസ്. ഇവിടെ എഫ് ഉണ്ടാവും 2, 3, 5. നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം? മിഡ് വാല്യൂ വേണം, എക്സ് ബാർ വേണം. മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. 0-ന്റെ 10-ന്റെ സെന്റർ 5, 10-ന്റെ 20 സെന്റർ 15, 20-ന്റെ 25, 30-ന്റെ 25. ഇനി എന്ത് വേണം? എക്സ് ബാർ വേണം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനാണ്. മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മീൻ ഈക്വൽ ടു അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡ് ബൈ സിഗ്മ എഫ് എം. അപ്പോൾ എഫ് എം കണ്ടുപിടിക്കണം. 2 5 10, 3 5 45, 5 25, 125. അപ്പോൾ 125 5 130, 40 180 വരും. എഫിന്റെ ഡോട്ട് 5 2 10. അപ്പോൾ 180 ഡിവൈഡ് ബൈ 10, 18 വന്നു. എത്രയാണ്? എക്സ് ബാർ 18. ഇനി എന്ത് ചെയ്യണം? ഓരോ മിഡ് വാല്യൂ മീനിൽ കുറക്കണം. എം മൈനസ് എക്സ് ബാർ ആണ്. എം എത്ര? 5 മൈനസ് 18, 5 മൈനസ് 13 വരും. അങ്ങനെ ഓരോന്നും ചെയ്യാം. 15 മൈനസ് 18 മൈനസ് 3, 25 മൈനസ് 18 7. ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യണം? അതിന് എഫ് കൊണ്ട് വിളിക്കണം. അപ്പൊ എഫ് ഇൻറ്റു എം മൈനസ് എക്സ് ബാർ ആണ്. എഫ് ഇൻറ്റു എം മൈനസ് എക്സ് ബാർ ആണ് അടുത്ത കോളം. എഫ് ഇൻറ്റു എം മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ എത്ര? ഫസ്റ്റ് എഫ് എത്ര? 2 ഇൻറ്റു 13 മൈനസ് 13 എത്ര വരും? 2 മൈനസ് 2 പ്രാവശ്യം മുറിച്ചിട്ട് പ്ലസ് ആവും 26. 3 ഇൻറ്റു മൈനസ് 3 മൈനസ് 3 3 പ്രാവശ്യം മുറിക്കാം. അപ്പൊ എത്ര വരും? മൈനസ് 9. 5 ഇൻറ്റു 7 35. കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഇതിന്റെ സ്ക്വയർ എടുക്കണം അല്ലേ? എഫ് ഇൻറ്റു എം മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. 26 സ്ക്വയർ എടുക്കണം. 26 ഇൻറ്റു 26 3 7 12 3 15 7 12 676. 676 9ന്റെ സ്ക്വയർ 81, 35ന്റെ സ്ക്വയർ എടുക്കണം. 35 ഇൻറ്റു 35 പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെ ചെയ്യാം? 35 ഇൻറ്റു 35 5 25 ഇഷ്ടം 2 3 5 2 17 15 ഇഷ്ടം 1 3 9 10 എത്ര? 5 7 12 ഇഷ്ടം 1 2 1225. ഇപ്പൊ കറക്റ്റ് എല്ലാം കിട്ടി. എഫ് ഇൻറ്റു എം മൈനസ്. ഇനി അത് ടോട്ടൽ ചെയ്യാം. 6 5 6 7 7 12 ഇഷ്ടം 1 8 8 16 2 18 3 3 6 9 1982 ആണ് ഇതിന്റെ ടോട്ടൽ. ഇനി അതിന് എത്രയും കൊണ്ടായിരിക്കണം? സിഗ്മ എഫ് 10 കൊണ്ടായിരിക്കാം. 10 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ എത്ര വരും? 19.82. അപ്പൊ റൂട്ട് 19.82. ഇതാണ് ആൻസർ. 19.82ന്റെ റൂട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് അടിച്ചു നോക്കുക. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ നമ്മൾ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും എന്തും ചെയ്യാനുള്ള പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇതുവരെ നമ്മൾ ചെയ്ത കണക്കുകളൊക്കെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സന്റെ 4 മെത്തേഡ് ചെയ്തു. റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ 2 വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് അവതരിപ്പിച്ചിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് വിശാലമായി നമുക്ക് അവതരിപ്പിക്കാൻ ഒരുപാട് സമയം വരും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ഇക്വേഷനും അത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് മാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. 9037114679. താങ്ക് യു.